ഡാനിയൽ കാണാതെ പോയ സത്യം. ഡാനിയൽ തന്റെ കോളേജിലെ മിടുക്കരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. അസൈൻമെന്റുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാനും എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാനും അധ്യാപകരെ സഹായിക്കാനും അവൻ എപ്പോഴും മുമ്പിലായിരുന്നു. എന്നാൽ അവന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു. അവൻ ആളുകളെ വളരെ വേഗത്തിൽ വിധിക്കുമായിരുന്നു. അവന്റെ ക്ലാസ്സിൽ ശാമുവേൽ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ശാമുവേൽ എപ്പോഴും വൈകിയാണ് വന്നിരുന്നത്. ക്ഷീണിതനായി കാണപ്പെട്ടു. ക്ലാസ്സിൽ അപൂർവമായി മാത്രം സംസാരിച്ചിരുന്നു. ചിലപ്പോൾ ക്ലാസ്സിൽ ഉറങ്ങിപ്പോകുകയും ചെയ്യുമായിരുന്നു. ഇത് കണ്ടിട്ട് ഡാനിയൽ തന്റെ സുഹൃത്തുക്കളോട് മന്ത്രിച്ചു. അവൻ വളരെ ആശ്രിതനാണ്. പഠനത്തിൽ ഒട്ടും താല്പര്യമില്ല. ശാമുവേലിന് മാർക്ക് കുറയുമ്പോഴെല്ലാം താൻ ചിന്തിച്ചത് ശരിയാണെന്ന് ഡാനിയലിന് തോന്നി. ഒരു ദിവസം ഒരു പ്രധാന ഗ്രൂപ്പ് പ്രോജക്റ്റിൽ സാമുവേലിനെ ഡാനിയലിന്റെ ടീമിൽ ഉൾപ്പെടുത്തി. ഡാനിയൽ നിരാശയോട് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, "സാർ, എനിക്ക് എന്റെ പാർട്ട്ണറെ മാറ്റാമോ? എന്തായാലും അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല." അധ്യാപകൻ നിരാശയോട് ഡാനിയലിനെ നോക്കി ചോദിച്ചു, "ഡാനിയൽ, സാമുവേൽ എന്തിലൂടെയാണ് കടന്നു പോകുന്നു എന്ന് നിനക്ക് അറിയാമോ?" അറിയാനൊന്നുമില്ല എന്ന് കരുതി ഡാനിയൽ തോൽക്കുലുക്കി. അധ്യാപകൻ സൗമ്യമായി പറഞ്ഞു, "ശാമുവേൽ പുലർച്ചെ 2 മണി വരെ ഒരു ചെറിയ കടയിൽ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നു. വീട്ടുവാടക നൽകാനും അമ്മയുടെ ട്രീറ്റ്മെന്റിനും അവൻ പണം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. കോളേജിൽ വരുന്നതിന് മുമ്പ് വെറും 3 മണിക്കൂർ മാത്രമാണ് അവൻ ഉറങ്ങുന്നത്. എന്നിട്ടും അവൻ മുടങ്ങാതെ എല്ലാ ദിവസവും ഇവിടെ വരുന്നു. അവൻ മടിയനല്ല ഡാനിയൽ. നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പോരാട്ടമാണ് അവൻ നടത്തുന്നത്." ഡാനിയലിന് പെട്ടെന്ന് കുറ്റബോധം തോന്നി. താൻ പറഞ്ഞ ഓരോ അഭിപ്രായവും ചെയ്ത ഓരോ കളിയാക്കളും തെറ്റായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കി. പിന്നീട് ഡാനിയൽ ശാമുവേലിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, "എന്നോട് ക്ഷമിക്കൂ ശാമുവേൽ. നിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാതെ ഞാൻ നിന്നെ വിധിച്ചു." ശാമുവേൽ അതിശയിച്ചില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചു. "സാരമില്ല, എല്ലാവർക്കും ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നു." ആ നിമിഷം മുതൽ ഡാനിയൽ മാറി. ആരെങ്കിലും വിധിക്കാൻ തോന്നുമ്പോഴെല്ലാം അവൻ സ്വയം ഓർമ്മിപ്പിച്ചു, "എല്ലാവർക്കും എനിക്ക് കാണാൻ കഴിയാത്ത ഒരു കഥയുണ്ട്." പാഠം: നമുക്ക് കാണാൻ കഴിയാത്ത പോരാട്ടങ്ങളാണ് പലരും നേരിടുന്നത്. പുറം കാഴ്ച കണ്ട് മറ്റുള്ളവരെ വിധിക്കരുത്. അനുകമ്പം കാണിക്കാൻ തിരഞ്ഞെടുക്കുക. അത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിഫലിക്കുകയും നമുക്ക് ചുറ്റുമുള്ളവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യുന്നു. ലൂക്കോസ് 6-ാം അധ്യായം 37-ാം വാക്യം. മറ്റുള്ളവരെ ന്യായം വിധിക്കരുത്, എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. ശിക്ഷ വിധിക്കരുത്, നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. ക്ഷമിക്കുക, നിങ്ങളോടും ക്ഷമിക്കും.